ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LDC, LGS പരീക്ഷ, അതുപോലെ തന്നെ LSGS പരീക്ഷയ്ക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ LSGS പരീക്ഷയുടെ നമ്മുടെ സിലബസ് എടുത്ത് നോക്കിയാൽ തന്നെ അതിൽ കുറച്ച് ഭരണഘടനാ ഭേദഗതികൾ അമെൻമെൻറ്റ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. LDC പരീക്ഷയുടെ ടോപ്പിക്ക് നോക്കിയാലും അത് നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ നമ്മുടെ LSGS പരീക്ഷയിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ആ ഭരണഘടനാ ഭേദഗതികൾ കുറച്ചെണ്ണിങ്ങനെ സ്ട്രെസ് ചെയ്തിങ്ങനെ ബ്രാക്കറ്റിലിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് 42ാം ഭേദഗതി. അപ്പോൾ 42ാം ഭേദഗതി എന്ന് കേൾക്കുമ്പം ആദ്യം വർഷം ഓർക്കുക. 1976 വർഷം. അപ്പോഴത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്കറുദ്ദീൻ അലിയാണ്. 42ാം ഭേദഗതി വർഷം 1976. പ്രസിഡന്റ് ഫക്കറുദ്ദീൻ അലിയും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായിരുന്നു. ഇനി ഇതിൻ്റെ പ്രത്യേകതകളിലേക്ക് പോകാം. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. വർഷം പറഞ്ഞു 1976. പ്രസിഡന്റ് ഫക്കറുദ്ദീൻ അലി ആയിരുന്നു, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. പിന്നെ പറഞ്ഞു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്ന് അറിയപ്പെടുന്നു. 42ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണെന്ന് ചോദിച്ചാൽ സ്വരൺ സിംഗ് കമ്മിറ്റി. അപ്പോൾ 42ാം ഭേദഗതി വരുത്തിയത് ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണെന്ന് ചോദിച്ചാൽ ഏത് കമ്മിറ്റിയാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. ഇനി ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി എന്തൊക്കെ ചെയ്തു? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഈ 3 വാക്കുകൾ ഏത് ഇതിലാണ് കൂട്ടിച്ചേർത്തത്? 42ാം ഭരണഘടനാ ഭേദഗതി. ഓക്കെ ഇരിക്കാം. ഇനി അടുത്ത പോയിന്റ് 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. ഭാഗം 4A, ആർട്ടിക്കിൾ 51A എന്നിവയും ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. എന്തൊക്കെയായിരുന്നു? 3 വാക്കുകൾ നമ്മൾ പറഞ്ഞു. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി പറഞ്ഞു. അതുകൂടാതെ 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. ഭാഗം 4A അതുപോലെ തന്നെ ആർട്ടിക്കിൾ 51A എന്നിവയും ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏതായിരുന്നു? 14A. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് എന്നുള്ളൊരു അറിവും കൂടെ നമുക്കവിടെ കിട്ടുകയാണ്. 14A ആണ്, അതും കൂട്ടിച്ചേർത്തു. മന്ത്രിസഭ നൽകുന്ന ഉപദേശമനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്തു. അപ്പം 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത്. അതിൽ ഉൾപ്പെട്ടത് ഏതോ ഉൾപ്പെടാത്ത ഏതോ രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ്? മന്ത്രിസഭ നൽകുന്ന ഉപദേശമനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് എന്താണ് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയാണ്. 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 51A വന്നു. ഭാഗം 4A അതുപോലെ തന്നെ 3 വാക്കുകൾ പറഞ്ഞു. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. അടുത്ത പോയിന്റിലേക്ക് പോട്ടെ. മന്ത്രിസഭ നൽകുന്ന ഉപദേശമനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലോകസഭയുടെയും സംസ്ഥാന അസംബ്ലിയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമായിട്ട് ഉയർത്തി. അപ്പോൾ ലോകസഭയുടെയും സംസ്ഥാന അസംബ്ലിയുടെയൊക്കെ കാലാവധി 5 വർഷമായിരുന്നു. അത് 6 വർഷമായിട്ട് ഉയർത്തി. അപ്പോൾ അതിലെ പോയിന്റുകൾ ഓർത്തിരിക്കുക. അടുത്തത് 5 വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അത് ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളിലും പക്ഷിമൃഗങ്ങളുടെയും സംരക്ഷണം, പക്ഷികളുടെയൊക്കെ സംരക്ഷണം. ഇത് നേരത്തെ ഏതായിരുന്നു? സംസ്ഥാന ലിസ്റ്റിൽ നിന്ന്. അപ്പോൾ അതിൽ നിന്ന് മതി ഇപ്പം കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഇത്രയുമാണ് 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സെറ്റായല്ലോ. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്ന 44ാം ഭേദഗതിയാണ്. അപ്പോൾ വർഷം എന്ന് പറയുന്നത് 1978 വരും കേട്ടോ. അപ്പം പ്രസിഡന്റ് നീലം സജീവ റെഡ്ഡിയും പിന്നെ ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. വർഷം 1978. പ്രസിഡന്റ് നീലം സജീവ റെഡ്ഡി, പ്രധാനമന്ത്രി മൊറാർജി ദേശായി. അപ്പോൾ അതിനകത്തെ പോയിന്റ്സുകളൊക്കെ നോക്കിയാലോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഏത് ഭേദഗതി? 44ാം ഭേദഗതി. 1978. പ്രസിഡന്റ് നീലം സജീവ റെഡ്ഡി, പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ഇനി
അടുത്ത പോയിന്റിലേക്ക് പോവാണ്. ആർട്ടിക്കിൾ 352 അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിലൊന്നായിരുന്ന ആഭ്യന്തര കലഹം എന്നത് മാറ്റിയിട്ട് അവിടെ എന്ത് വന്നു? സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. ആഭ്യന്തര കലഹം മാറ്റിയിട്ട് എന്ത് വന്നു? സായുധ കലഹം എന്ന് കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 352 ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കുക. അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദു ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്തു. ഏത് ഭേദഗതിയില്ല? 44. ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 6 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി. നേരത്തെ എന്തായിരുന്നു? ലോകസഭയുടെയും സംസ്ഥാന അസംബ്ലിയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷത്തിലേക്ക്, അതായത് 42 ഭേദഗതി. 44 ഭേദഗതി വന്നപ്പോൾ ഈ 5 വർഷം എന്നുള്ളത് വീണ്ടും എന്ത് ചെയ്തു? 6 വർഷം എന്നാക്കി മാറ്റി. അതുകൂടാതെ 44 ഭേദഗതി വഴി കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങളാണ് 134A, 361A, 300A. 134A, 361A, 300A. 44 ഭേദഗതി വഴി ഒഴിവാക്കിയ അനുച്ഛേദങ്ങളാണ് 31, 257A, 329A. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. ഇനി 52 ഭേദഗതി എന്ന ഹെഡിങ് കൊടുക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് പറയാം. വർഷം എന്ന് വരും 1052 1985 വർഷം. പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗും അതുപോലെ തന്നെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുമാണ്. ഗ്യാനി സെയിൽ സിംഗും രാജീവ് ഗാന്ധിയുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, കൂറുമാറ്റ നിരോധന നിയമം എന്നറിയപ്പെടുന്നു, ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതും ചോദിക്കാം. ഏതാണ്? 52 ഭേദഗതി. വർഷം 1985. പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗും പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു കൂറുമാറ്റ നിരോധന നിയമം എന്നറിയപ്പെടുന്നു എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ കൂറുമാറ്റ നിരോധന നിയമം? അതുമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഭേദഗതിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയേക്കാം. 1985 52 ഭരണഘടനാ ഭേദഗതി വഴിയാണ് കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയത്. ഭരണഘടനയുടെ 102 അനുച്ഛേദത്തിലാണ് ഭേദഗതി വരുത്തിയത്. 10ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് ലോകസഭാംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തീരുമാനമെടുത്തിരുന്ന ആരായിരുന്നു? ലോകസഭ സ്പീക്കറായിരുന്നു. രാജ്യസഭാംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് രാജ്യസഭ ചെയർമാനാണ്. കൂറുമാറ്റ നിരോധന നിയമം വഴി പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കൂറുമാറ്റ നിരോധന നിയമം വഴി പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്? ലാൽദു ഹോമയാണ്. മിസോറാം ലാൽദു ഹോമ. കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ നിയമസഭാംഗം ചോദിച്ചാൽ ബാലകൃഷ്ണപിള്ള. അപ്പോൾ ബാലകൃഷ്ണപിള്ളയും ലാൽദു ഹോമയും ഓർത്തിരിക്കുക. കൂറുമാറ്റ നിരോധന നിയമം വഴി പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് ലാൽദു ഹോമ. കേരളത്തിൽ നിന്നും അങ്ങനെ പുറത്താക്കപ്പെട്ട ആൾ ആരായിരുന്നു? ആദ്യ നിയമസഭാംഗമായിരുന്നു ബാലകൃഷ്ണ പിള്ള. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതിലെടുത്ത് പറഞ്ഞിരിക്കുന്ന ഭേദഗതി 73. പിന്നെ ഭേദഗതികളുണ്ട് കേട്ടോ, 56, 61 എല്ലാം ഉണ്ട്. പക്ഷേ ഇതിലെടുത്ത് പറഞ്ഞിരിക്കുന്നത് 73, 74 ഭേദഗതിയാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 73 വർഷം 1992. അപ്പോൾ പ്രസിഡന്റ് ശങ്കർ ദയാൾ ശർമ്മയും പ്രധാനമന്ത്രി ശങ്കർ ദയാൾ ശർമ്മയും നമ്മുടെ പ്രധാനമന്ത്രി PV നരസിംഹറാവുമാണ്. വർഷം 1992. ഏതാ പറയുന്നത്? 73. ഓക്കെ. അപ്പം പഞ്ചായത്ത് രാജ് ആക്ട് നിയമം എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 73ാം ഭേദഗതി 1992. പഞ്ചായത്ത് രാജിന് ഭരണഘടന സാധ്യത നൽകി. 11ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഭരണഘടനയിലെ 11ാം പട്ടിക കൂട്ടിച്ചേർത്തു. അതുപോലെ പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധ്യത നൽകുന്ന ഭേദഗതിയും 73ാം ഭേദഗതിയാണ്. പ്രസിഡന്റ് ശങ്കർ ദയാൾ ശർമ്മ, പ്രധാനമന്ത്രിയായിരുന്നു PV നരസിംഹറാവു. ഇനി ആർട്ടിക്കിൾ 243 മുതൽ 243O വരെ ഭരണഘടനയുടെ ഭാഗം 9 കൂട്ടിച്ചേർത്തു. ഇനി 74 പറയുന്നുണ്ട്. അപ്പം അത് അതും ആ വർഷം തന്നെ, തൊട്ടടുത്തുള്ള ആ വർഷം തന്നെയാണ് 1990. അപ്പോൾ 1992 73ാം ഭേദഗതിയുമുണ്ട്, 74ാം ഭേദഗതിയുണ്ട്.
ഓക്കെ ആണല്ലോ. പ്രസിഡന്റ് ആരായിരുന്നു? ശങ്കർ ദയാൽ ശർമ്മയും പ്രധാനമന്ത്രി PV നരസിംഹറാവുമാണ്. ഓക്കെ. ഇനി നഗരപാലിക നിയമം, മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഭേദഗതി എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? 74. അപ്പം മറ്റേതെന്തായിരുന്നു? 73. പഞ്ചായത്ത് രാജ് ആക്ട് നിയമം അല്ല പഞ്ചായത്ത് രാജ് നിയമമാണ് 73. നഗരപാലിക നിയമം, മുനിസിപ്പാലിറ്റി നിയമമൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? 74 ഭേദഗതിയാണ്. വർഷം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ഭാഗം 9A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. നമ്മൾ മറ്റേതിലും പറഞ്ഞു. 12ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായി. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പിലാക്കി. ഇനി എടുത്ത് പറഞ്ഞിരിക്കുന്നത് 86ാം ഭേദഗതിയാണ്. ഇവിടെ പറഞ്ഞു 23, 74 പഠിച്ചു. ഇനി 86ാം ഭേദഗതി വർഷം 2002. പ്രസിഡന്റ് APJ 2002 ആയപ്പം ആരായിരുന്നു? APJ അബ്ദുൽ കലാമാണ്. പിന്നെ പ്രധാനമന്ത്രി AB വാജ്പേയിയുമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഏത് ഭേദഗതി? 86ാം ഭേദഗതി വർഷം 2002. ആർട്ടിക്കിൾ 45 ഭേദഗതി വരുത്തി. ആർട്ടിക്കിൾ 51 ഭേദഗതി വരുത്തി. 11ാമതായി ഒരു മൗലിക കടമ കൂട്ടിച്ചതനുസരിച്ച് 6നും 14നും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും കടമയായി മാറി. ഏതിന്? 6നും 14നും ഇടയ്ക്ക്. അങ്ങനെയൊക്കെ പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 86 ആർട്ടിക്കിളല്ല ഭേദഗതി അമെൻമെൻറ്റ് ചോദിച്ചാൽ 86ാം ഭേദഗതിയാണ് 2002. ഓക്കെ. അവിടെ ഓർത്തിരിക്കേണ്ട പ്രധാന പോയിന്റ് വർഷം 2002 പ്രസിഡന്റ് APJ അബ്ദുൽ കലാം, പ്രധാനമന്ത്രി AB വാജ്പേയിയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി. ആർട്ടിക്കിൾ 21A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. പിന്നെ 6 വയസ്സ് മുതൽ 14 വയസ്സ്, ആ വയസ്സ് ഓർത്തിരിക്കുക, 6 to 14 അല്ലേ, വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയും കുട്ടികളുടെ മൗലിക അവകാശമായിട്ട് ഒക്കെ മാറി. ഓക്കെ. ഇനി അടുത്തായി പറഞ്ഞിരിക്കുന്ന 91ാം ഭേദഗതിയാണ് ഇമ്പോർട്ടൻ്റ്. വർഷം 2003. പ്രസിഡന്റ് APJ അബ്ദുൽ കലാമും പ്രധാനമന്ത്രി AB വാജ്പേയി ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇവിടെ പറയുന്നത് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം അധോസഭയുടെ 15% കൂടാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു. അപ്പം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? അധോസഭയുടെ 15% കൂടുതൽ ആവാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു. അതുപോലെ തന്നെ എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയാനും പാടില്ല. കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട ഒരു MPയോ MLAയോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു. ഇനി 97 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയൊക്കെ വേണം, അതിലെടുത്ത് പറഞ്ഞിരിക്കുന്നതാണ്. 97ാം ഭേദഗതി വർഷം 2011. പ്രസിഡന്റ് അപ്പോൾ ആരായിരുന്നു? 2011 ആയപ്പം പ്രതിഭ പാട്ടീലും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായിരുന്നേ. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന തലക്കെട്ടോടുകൂടി ഭാഗം 9B ഭരണഘടനയിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന തലക്കെട്ടോടുകൂടി ഏത് ഭാഗമാണ്? ഭാഗം 9B ഭരണഘടനയിലെ കൂട്ടിച്ചേർത്തു. 2021 ജൂലൈ 20 സുപ്രീം കോടതി വിധി പ്രകാരം ഭാഗം 9B റദ്ദാക്കപ്പെട്ടു. ആർട്ടിക്കിൾ 43B കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 19(1)C ഭേദഗതി ചെയ്തു. ആർട്ടിക്കിൾ 19(1)C ഭേദഗതി ചെയ്തു. ഇത്രയുമാണ് 97ാം ഭേദഗതി. വർഷം 2011. പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ, പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ്. അപ്പം ഇത്രയും ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് 101, 102, 103, 104 ഇത്രയും ഭേദഗതികളുടെ ഇമ്പോർട്ടൻ്റ് ആണ്. 101 വർഷം 2016. പ്രസിഡന്റ് പ്രണബ് മുഖർജിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ്. അപ്പോൾ 101 എന്ന് പറയുമ്പോൾ GSTയുമായിട്ട് റിലേറ്റഡ് ആണ്. അതിൽ പ്രതിപാദിക്കുന്നത് GST ആണ്. 101 ഭേദഗതിക്ക് പ്രസിഡന്റ് അംഗീകാരം ലഭിച്ചത് 2016 സെപ്റ്റംബർ 8 GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 GSTയുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർച്ച അനുച്ഛേദം ഏതാണ്? 246A ആണ്. GST കൗൺസിലാണെങ്കിൽ GSTയുമായി ബന്ധപ്പെട്ട് 246Aയും GST കൗൺസിലുമായി ബന്ധപ്പെട്ടിട്ട് 279Aയുമാണ്.
ഇനി അടുത്ത 102 ഭേദഗതി വർഷം 2018. പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ആയിരുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. അപ്പം 102 ഭേദഗതി പ്രകാരം ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഭരണഘടനാ പദവി ലഭിച്ചു. അതുപോലെ തന്നെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന 102 ഭേദഗതി പ്രകാരം പുതുതായിട്ട് ഒരു അനുച്ഛേദം കൂട്ടിച്ചേർത്തു, 338B. ഇനി ഒന്നുകൂടെ പറഞ്ഞു, അല്ല 103 ഉണ്ട്, 104 ഉണ്ട്. 103 എന്ന് പറഞ്ഞാൽ 2019 വർഷം വന്നിരിക്കുന്നത്. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയത് 103 ഭേദഗതിയാണ്. പ്രസിഡന്റ് ആ സമയത്ത് രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ്. ഓക്കെ ആണല്ലോ. ഈ 103 ഭേദഗതി ലോകസഭ പാസ്സാക്കിയത് 2019 ജനുവരി 8-നാണ്. രാജ്യസഭ 2019 ജനുവരി 9-ന്. അപ്പോൾ ലോകസഭ പാസ്സാക്കിയത് 103 ഭേദഗതി ലോകസഭ പാസ്സാക്കിയത് 2019 ജനുവരി 8-നും രാജ്യസഭ പാസ്സാക്കിയത് 2019 ജനുവരി 9-നുമാണ്. പ്രസിഡന്റ് ഒപ്പുവെച്ചതും അംഗീകാരം ലഭിച്ചതും 2019 ജനുവരി 12 ആയപ്പോഴായിരുന്നു. 103 ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകളാണ് അനുച്ഛേദം 15-ഉം 16-ഉം. അനുച്ഛേദം 15-ഉം 16-ഉം. മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തിക സംവരണത്തെപ്പറ്റി പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച 2-അംഗ സമിതിയാണ് GK ശശിധരൻ നായരുടെയും രാജഗോപാലൻ നായരുടെയും. അടുത്തത് ഒന്നും കൂടി ഉള്ളു നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 104 ഭേദഗതിയാണ്. വർഷം 2019. പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്രമോദിയായിരുന്നു. പറഞ്ഞിരിക്കുന്നു നോക്കുക. ഭരണഘടനയുടെ 104 ഭേദഗതി നിയമനിർമ്മാണ സഭകളിലെ SC ST ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളിലെ റിസർവേഷൻ സംബന്ധിക്കുന്ന ഇതിൽ ഭേദഗതി വരുത്തിയതാണ്. അപ്പോൾ അത് ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് 2019 ഡിസംബർ 9-നും ലോകസഭ എന്നിട്ട് അവതരിപ്പിച്ചത് ഡിസംബർ 9-നും ലോകസഭ എന്നിട്ട് പാസ്സാക്കിയത് 2019 ഡിസംബർ 10-നുമാണ്. രാജ്യസഭ പാസ്സാക്കിയത് 2019 ഡിസംബർ 12-നുമാണ്. രാഷ്ട്രപതി ജനുവരി 21 ഒപ്പുവെച്ചു. അപ്പോൾ ഈ ഭേദഗതി പ്രകാരം ലോകസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള SC ST വിഭാഗങ്ങളുടെ സംവരണം 2030 ജനുവരി 25 വരെ നീട്ടുകയും ആംഗ്ലോ ഇന്ത്യക്കാരുടെ നിയമനിർദ്ദേശം റദ്ദാക്കുകയും ചെയ്തു. കുറച്ച് ഇയറും ഇതിലെ ദിവസവും അല്ലേ മാസമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പഠിക്കുക. അപ്പോൾ ഏതൊക്കെ നമ്മൾ നോക്കി, നമ്മളതിലെടുത്ത് പറഞ്ഞിരിക്കുന്ന അമെൻമെൻറ്റ് ഭേദഗതി 42, 44, 52, 73, 74, 86, 91, 97, 101, 102, 103, 104 ഇത്രയും നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിലെ ഹെഡിങ്, ഓരോ ഭേദഗതിയിൽ നിന്ന് ഹെഡിങ് കൊടുത്തിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ സ്ട്രെസ് ചെയ്ത് ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞ പോയിന്റുകൾ എഴുതി വെച്ച് തന്നെ പഠിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.